ദാണ്ട മക്കളെ അപ്പുറത്തെ വീട്ടിലൊരു ചുവന്ന തൊടുത്തൊരു മാങ്ങ. എന്താന്നല്ലേ, കിളികളും നാട്ടുകാരും കണ്ടില്ലാത്തോണ്ട് അത് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഡെയിലി അതിനെ നോക്കി നുണച്ചെറുക്കലാണ് എൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഒന്നുമില്ല, വീട്ടിലിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇറങ്ങണേ. എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്. വീട്ടുകാർക്ക് പോലും അറിയില്ല കേട്ടോ, ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വിസിറ്റ്. മക്കൾക്കൊന്ന് പുറത്തിറങ്ങിയ മാതിരിയായി. ഇക്കാക്ക് വൈകുന്നേരത്തെ ഡ്യൂട്ടിക്ക് പോവുകയും വേണമല്ലോ. ഇറങ്ങിയപ്പോൾ അതാ മഴക്കാറ്. ഞങ്ങൾ തോറ്റെടുക്കാൻ തയ്യാറായില്ല, കാറെടുത്ത് അങ്ങോട്ട് ഇറങ്ങി. 10 മിനിറ്റ് ദൂരത്തേക്ക് കാറെടുത്ത് പോയേ. എത്തിയ പാടത്തിന് അമ്മ കോമാങ്ങയിൽ ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് തന്നെ. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള സകലരും കഴിച്ചിട്ടുണ്ട്. പഠിച്ചോനെ കാത്തോളി. അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 4-5 ബെഡ് എക്സ്ട്രാ വേണ്ടി വരും. എല്ലാവരും അഡ്മിറ്റ് ആവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്നാക്സ് കഴിച്ചിട്ട് പൂരം വറുത്തത്, മുട്ട മറിച്ചത് എനിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. മോൻ കഴിച്ച പാടെ ഉറങ്ങി. കുറച്ച് നേരം കളിച്ചപ്പോഴേ ആൾക്ക് ഉറക്കം വന്നു. അവൻ ഭൂമിയുടെ പുത്രനായതുകൊണ്ട് കട്ടിൽ കിടക്കില്ല, നിലത്ത് കിടക്കുള്ളൂ. എന്നിട്ട് ഞങ്ങളെടുത്ത് കട്ടിലിൽ വെക്കണം. അതങ്ങനത്തെ ഒരു കഥ. അടുത്തടുത്ത് വീടാൽ ഇങ്ങനൊരു ഉപയോഗമുണ്ട്. കാണാൻ പോതില്ല, അപ്പം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാമല്ലോ. കുറച്ച് നേരം പോരെ. അങ്ങനെ കണ്ട് ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ.